ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിലൊന്നായ ജപ്പാനെ വീണ്ടും ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് രാജ്യത്തിന്റെ വടക്കൻ തീരപ്രദേശമായ ഇവാതെ മേഖലയിൽ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 6.7 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിക്ക് സംഭവിച്ചത് പ്രദേശവാസികളുടെ മനസ്സിൽ 2011 ദുരന്തത്തിന്റെ കൈപ്പേറിയ ഓർമ്മകൾ ഉണർത്തിയിട്ടുണ്ട്. ജപ്പാനിലെ ഭൂകമ്പ നിരീക്ഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രത്തിനടിയിൽ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം തീരത്തോട് വളരെ അടുത്തായതും ആഴം കുറവായതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രത്തിന് ആഴം കുറയുമ്പോൾ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന പ്രകമ്പനത്തിന്റെ തീവ്രത വർദ്ധിക്കുകയും അതുപോലെ തന്നെ സുനാമി രൂപപ്പെടാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും. ജാപ്പനീസ് ഭൂകമ്പ മാപന സ്കെയിലായ ഷിൻഡോയിൽ ഇവാതെയിലെ മൊരിയോക്ക നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഷിൻഡോ 4 തീവ്രതയിലുള്ള കുലുക്കം അനുഭവപ്പെട്ടു. ഭൂകമ്പത്തെ തുടർന്ന് അധികൃതർ ഇവാതെ തീരമേഖലയിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ജപ്പാൻ മെറ്റീരിയോളജിക്കൽ ഏജൻസി നൽകിയ മുന്നറിയിപ്പ് പ്രകാരം തീരപ്രദേശത്ത് 1 മീറ്റർ ഏകദേശം 3 അടി വരെ ഉയരമുള്ള തിരമാലകൾ എത്താൻ സാധ്യതയുണ്ടെന്നാണ്. 2011 ഭീകരമായ സുനാമി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 1 മീറ്റർ ഉയരം പോലും നിസ്സാരമായി കാണാനാകില്ല. ഭൂകമ്പം സംഭവിച്ച അധികം വൈകാതെ തന്നെ ഒഫ്നാറ്റു, കുജി തുടങ്ങിയ ഇവാതെയിലെ തുറമുഖങ്ങളിൽ 10 മുതൽ 20 സെന്റിമീറ്റർ വരെ ഉയരമുള്ള ചെറിയ സുനാമി തിരമാലകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആദ്യ തരംഗങ്ങൾ ഭീഷണി പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ലെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. തീരമേഖലയിലേക്ക് തിരമാലകൾ ആഞ്ഞടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ തീരദേശത്തു നിന്നും പൂർണ്ണമായി സുരക്ഷിതമായ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. സുനാമി തരംഗങ്ങൾ മണിക്കൂറുകളോളം തീരത്തേക്ക് ആവർത്തിച്ചു വന്നേക്കാം. കൂടാതെ ചിലപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും തരംഗങ്ങൾ ആദ്യത്തേതിനേക്കാൾ വലുതായിരിക്കുകയും ചെയ്യാം. പ്രാഥമിക റിപ്പോർട്ടുകൾ ജാപ്പനീസ് ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ജപ്പാൻ ലോകത്തിലെ ഏറ്റവും കർശനമായ കെട്ടിട നിർമ്മാണ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന രാജ്യമാണ്. ഭൂകമ്പങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ നിർമ്മിതികളാണ് 6.7 തീവ്രതയിലുള്ള ചലനത്തിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായിച്ചത്. എങ്കിലും ശക്തമായ പ്രകമ്പനത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ പ്രാദേശിക വൈദ്യുതി തടസ്സങ്ങളും മേഖലയിലെ ബുള്ളറ്റ് ട്രെയിൻ സർവീസുകൾക്ക് താൽക്കാലികമായി കാലതാമസവും നേരിട്ടു. ആണവ നിലയങ്ങളിൽ അസ്വാഭാവികമായി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അധികൃതരുടെ നിർദ്ദേശം ഈ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അധികൃതർ ജനങ്ങൾക്ക് കർശനമായ സുരക്ഷാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. തീരപ്രദേശത്തുള്ള ജനങ്ങൾ സുനാമി മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ഉയർന്ന സ്ഥലങ്ങളിലോ സുനാമി ഭീഷണിയില്ലാത്ത സുരക്ഷിത കെട്ടിടങ്ങളിലേക്കോ മാറി താമസിക്കണം. ആളുകൾ ഒരു കാരണവശാലും കടലിലോ തീരപ്രദേശത്തോ പോകരുത്. മത്സ്യബന്ധന ബോട്ടുകളും കപ്പലുകളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി. പ്രാഥമിക ഭൂകമ്പത്തിന് ശേഷം നിരവധി തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും ശക്തമായ ചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്നതിൽ ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. ജപ്പാൻ സ്ഥിതി ചെയ്യുന്ന പസഫിക് റിംഗ് ഓഫ് ഫയർ മേഖല ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും പേരുകേട്ടതാണ്. ഈ മേഖലയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ നിരന്തരമായ ചലനങ്ങളാണ് ജപ്പാനിൽ ഇടയ്ക്കിടെ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണം. 2011 ഗ്രേറ്റ് ടോഹോഗു ഭൂകമ്പത്തിന്റെയും തുടർന്നുണ്ടായ സുനാമിയുടെയും ഭീകരമായ ഓർമ്മകൾ മായും മുമ്പാണ് ഇവാതെയിൽ ഈ പുതിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. ദുരന്ത നിവാരണ രംഗത്തെ ജപ്പാന്റെ മുന്നൊരുക്കങ്ങളും പൊതുജനങ്ങളുടെ ഉയർന്ന സുരക്ഷാ അവബോധവും മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നത്. നിലവിലെ സ്ഥിതിഗതികൾ അധികൃതർ അതീവ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ജനങ്ങൾ പരിഭ്രാന്തരാകാതെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷ ഉറപ്പാക്കണം.